അപ്പാ ഈ മേശയിലിടിച്ച് ഇപ്പൊ കണ്ടുപോയ ഇനി ഇതിലെന്ത് പോവാനിരിക്കുന്നു? ഒന്നുമില്ല. ഈ മേശയെ തട്ടിയപ്പോഴാ ഓർത്തെ എന്റെ 6ാമത്തെ മോളെ വല്ല ആശാരിയുടെ കൂടെ ഒളിച്ചോടി. വെരി കറക്റ്റ്. ഇത്ര കൃത്യമായ കണ്ടു. ഇതുവരെ സ്വാമി പറഞ്ഞ ഫ്ലാഷ് ബാക്കിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോ ഈ കണ്ണാടിക്കാരൻ, കബർപാൽ പാൽക്കാരൻ, പത്രം പത്രക്കാരൻ, പൈപ്പ് പ്ലംബർ, കണക്ക് സാർ, മേശ ആശാരി. ഡ്രസ്സിംഗ് ടേബിൾ ഞാൻ വന്നവനെ അവൻ എന്റെ മകളെ ശരിക്കും ഡ്രസ് ചെയ്തു. എന്റെ സ്വാമിയുടെ ഓരോ കഥ കേട്ട് ഞാൻ ഒരു വഴിയായി. എല്ലാം ഓരോ ഭാഗ്യവാന്മാര് സ്വാമിയുടെ മക്കൾ അടിച്ചോണ്ട് പോയ കഥകള്. എനിക്ക് എപ്പോഴാ കീർത്തനം വായിക്കാൻ ഒരു അവസരം ഒരുക്കി തരുന്നത്? ആദ്യം നിന്റെ ഡ്യൂട്ടി മര്യാദക്ക് ചെയ്യും. ഞാൻ 24 മണിക്കൂറും സ്വാമിയുടെ മകളുടെ ഓരോ ചെയ്വനകള് രഹസ്യമായി നോക്കിക്കൊണ്ടിരിക്കുക. ഇനി എപ്പോഴാ ഞാനൊന്ന് ഒറ്റയ്ക്ക് BP വായിക്കുന്നത്? നോക്ക്, ഇവിടെ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, എത്ര കണ്ണിൽ എന്നെ ഒഴിച്ച് നോക്കിയാലും ഓടേണ്ട സമയത്ത് ഓടിയിരിക്കും. ഒന്നുമില്ല, ആ കണ്ണട എടുത്ത് മൂക്കി വെക്കുക. ഇപ്പൊ എന്നെ കാണാമോ? എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പോവേ. അയ്യോ തങ്കവേലി വണ്ണ ഇത് കണ്ട അവളവുതാ. അതുക്കന്നെ നീ ശ്രുതി ഇടുന്നു, ഞാൻ ശ്രുതി ചേർക്കുന്നു. വാസുവണ്ണ എത്ര പെട്ടെന്നാ ശ്രുതി ചേർക്കുന്നേ. എനിക്ക് ശ്രുതി ചേർക്കാൻ അറിയില്ലെന്നാ തങ്കവേലി വണ്ണ சொல்றாரு. പക്ഷേ രമണിയുടെ ശ്രുതിക്ക് അയാൾക്ക് ചേർക്കാമല്ലോ. என்ன பண்ண போற? அப்புறம் தகல இருக்குல்ல, அது அப்படியே மடியில மெதுவா அப்படி போடு. ஆமா, இப்ப பாரு. அப்புறம் அப்படி போடு. சரி தெரியும். இத பாரு. ரெண்டு போடு. 3. இத பாரு. 4. 4. ശ്രുതി മാതിരി ഇരിക്കല്ലേ? നല്ല കത്ത് കൊടുക്കണമ്മാ. ഉക്കാറ്. ஐயோ நான் எதுவும் தப்பா பண்ணல, ஸ்ருதி சேர்த்துட்டு இருந்தேன். Lots of fun. ശരിക്കും. இங்க எல்லாம் ரெடி. வாங்கோ, சாப்பிடுங்கோ, போங்கோ, அவ்வளவுதான். அப்ப எல்லாரும் விളിക്കാലോ? ஓகே. என்ன ஒரு நிமிஷம். இந்த பழத்தை சாப்பிடுங்க, தொண்டையும் கிளியர் ஆயிடும், சப்தமும் கரெக்டா வந்துடும். சாப்பிடுவோம். இறக்குங்க. അണ്ണാ നൈറ്റ് പാക്കലാമാ? ഇന്നോ? അന്ന് എന്നെ ചതിച്ചു. ഇന്ന് ചതിക്കില്ല. സത്യമായിട്ടും അണ്ണാ, അണ്ണനെ കണ്ടത് മുതൽ ഞാൻ ആകെ ഇളകിപ്പോയി. എന്റെ കൈയും കാലും നിലത്ത് ഉറക്കണ പോലും ഇല്ല. ഇന്ന് രാത്രി ഉറപ്പിക്കാം. അണ്ണൻ വിചാരിച്ച ഉറയ്ക്കും. കൃത്യം 12 മണിക്ക് വരുമ്പോ മറക്കാതെ എടുത്തോണ്ട് വരണം. എന്ത്? പോ അണ്ണാ, ഒന്നും അറിയാത്തതുപോലെ. അതില്ലാതെ ഞാനിങ്ങനെ അരങ്ങേറുന്നത്, അത് റെഡിയാക്കി കൊണ്ടുവരണം. ഏത് അരങ്ങേറ്റോ? അരങ്ങേറ്റോ? അതിന് ഇത്. ഓ, ഇതോ? അന്ന് എന്നെ കളിപ്പിച്ചു, ഇന്നെന്നെ കളിപ്പിക്കല്ലേ. രാത്രി വരുമ്പോ ഇത് കൂടാതെ. ഏത് കൂടാതെ? ഈ തവില് കൂടാതെ. അപ്പൊ തകില് കൊണ്ടുവരണോ? പിന്നെ ഒരു ഗ്ലാസ് പാലും. തവിലും പാലും കൊണ്ടുവരണോ? ഇന്ന് അരങ്ങേറ്റോ?
കളിച്ചു കളിച്ചു ക്ഷീണിക്കുമ്പോ എനിക്ക് കുടിക്കാനാ. പോട്ടെ അണ്ണ. എന്നാച്ചു സ്വാമി? കുഞ്ഞ് കുഞ്ഞ് പെറ്റോ? എനിക്കാ കുഞ്ഞോ? മധുരോ? മധുരം? പോയോ? ഒളിച്ചോടിയോ? നടന്നു പോയോ? 3 പേര് ബാലസ്വരം തകില് തകില് പോകുന്നു. മധുരം ആഹാ, അണ്ണ നേരത്തെ വന്നോ? എപ്പോഴും ഞാൻ അങ്ങനെ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ കുറച്ച് നേരത്തെ വരും. അകത്തോട്ട് വരട്ടോ? അയ്യോ, ഇവിടെ 2 പേർക്കുള്ള സ്ഥലമില്ല. അണ്ണനെ ഒന്ന് പിടിച്ചേ. അണ്ണന് ധൃതിയായോ? ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ നല്ല ശ്രുതിശുദ്ധമായ ഒന്നാന്തരം നാദസ്വരമാണ് കൊണ്ടുവന്നിരിക്കുന്നേ. അരങ്ങേറ്റമല്ലേ? ആരടാ അത്? എടാ ആഹാ, സോറി, ഞാനിപ്പോ വരാട്ടോ. ശരി മധുരം ആര്? അപ്പവാ. പുറത്തിറങ്ങി വാടി. നാളെ കേട്ടോളെ ഒരു പുട്ടോളെ. അപ്പ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓഹോ, ഞാൻ ഇവിടെ വന്ന് നിനക്ക് ശല്യല്ലേ? ഓടിപ്പോയതിന് ചേച്ചിമാരില്ല, ഒന്നുമില്ലല്ലോ, തുണി കൊടുത്തിട്ടാ പോയത്. നീ തുണിയും കൂടെ കൊടുക്കാതെയാണോ പോവാളെ ഭാവം? എരണ കേട്ടോളെ. എവിടെയാണ് നിന്റെ രഹസ്യ കാമുകന്മാര് 3 എണ്ണം? എന്താണ് ഈ വേഷത്തിൽ? ഭരതനാട്യ അരങ്ങേറ്റത്തിന് ഈ വേഷമല്ല അച്ഛ വേണ്ടത്. അതിന് അച്ഛൻ എന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? ശരി കഴുതേ, ഈ ചെറ്റകളോട് എന്തേലും ഉദ്ദേശം എന്താ നിനക്ക് അറിയോ? പറഞ്ഞു കൊടുക്ക സ്വാമി. എന്താ അത്? എന്റെ ഭഗവതി, എന്റെ അരങ്ങേറ്റം കഴിയാതെ ഈ ചിലങ്ക ഞാൻ അഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് സത്യം, സത്യം, സത്യം. നലംദാനോ നലംദാന ഉടലും ഉള്ളമും